ഓന്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇത് ലേസ് തിന്നുന്ന ഓന്താണ്. കയ്യിൽ വെള്ളം കോരി ഒഴിച്ചിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ നേരായ മാർഗത്തിൽ മാത്രമേ പോകുള്ളൂ. ആ മാർഗത്തിൽ മറ്റുള്ള വണ്ടികളൊന്നും വരാനും പാടില്ല. ഈ വർഷത്തിൽ 200 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മഴക്കാടുകൾ എന്ന് പറയുന്നത്. പഴയ പോപ്പിൻസ് അല്ലേ? പോപ്പിൻസ് ഒക്കെ ചെറുതായല്ലോ. കളറൊക്കെ ഉണ്ടോ പോപ്പിൻസിൽ? എനിക്ക് ഓറഞ്ച് പടർന്നു പോകുന്നുണ്ട്. ഈ ഓന്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇത് ലേസ് തിന്നുന്ന ഓന്താണ്. കുട്ടികൾ ഇവന് ലേസ് ഇട്ട് കൊടുത്തപ്പോൾ ഞം 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 എന്ന് സൗണ്ട് ഉണ്ടാക്കാതെ തിന്നുന്നുണ്ടായിരുന്നു. ശരിക്കും ഇവനെ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കേണ്ടതായിരുന്നു. പക്ഷെ കുറെ വീഡിയോസിന്റെ ഇടയിൽ ഞാനിവനെ വിട്ടുപോയി. മഴക്കാടുകൾ മുതൽ മരുഭൂമി വരെയുള്ള പ്രദേശങ്ങളിൽ ഓന്തുകളെ കാണാറുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഈ പോകുന്ന ഡ്രൈവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഡ്രൈവർ സിറാത്തുൽ മുസ്തഖീമാണ്. നേരായ മാർഗത്തിൽ മാത്രമേ പോകുള്ളൂ. ആ മാർഗത്തിൽ മറ്റുള്ള വണ്ടികളൊന്നും വരാനും പാടില്ല. കലിപ്പിലായിട്ട് നേരത്തെ പറഞ്ഞില്ലേ മഴക്കാടുകളുടെ കാര്യം, എവർഗ്രീൻ ഫോറസ്റ്റ്. ഈ കാടുകളിൽ മഴ പെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഈ മഴക്കാട്. അതിപ്പോ കുറ്റിക്കാടാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നാറ്. ശരിക്കും വർഷത്തിൽ 200 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മഴക്കാടുകൾ എന്ന് പറയുന്നത്. സാലൻ വാലി കേരളത്തിലെ പ്രധാനപ്പെട്ട മഴക്കാടുകളിൽ ഒന്നാണ്. ഇവിടേക്കാണ് വന്നത്, പക്ഷെ ഇവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. തിരിച്ചു പോകണം. ഞങ്ങള് കേരളത്തില് പച്ചപ്പ് തേടിയുള്ള യാത്രയിലാണ്. ഇപ്പൊ വൈകുന്നേരമാണ് ഇവിടുന്ന് വിട്ടത്. ഇങ്ങനെ പോകും. ഞങ്ങൾ 3 ആളാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഷായിത്ത വർക്ക് ചെയ്യുന്ന ഹോമിയോ ഡിസ്പെൻസറിയിലാണ്. ഷായിത്ത ഗവൺമെന്റ് ഹോമിയോ ഫാർമസിസ്റ്റ് ആണ് പെരിന്തൽമണ്ണയിൽ. തിരിച്ചു വരും വഴി ഇത്തിരി പച്ചപ്പും ഹരിതാവും കാടിളകിയ കോടമഞ്ഞും പോരാത്തതിന് മഴച്ചാറലും ഒക്കെ കണ്ടു. ചേമ്പിന്റെ പോലുള്ള ഇലകളിൽ വെള്ളം നിൽക്കാത്തത് അല്ലൂര് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവന് പരീക്ഷ നോക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കയ്യിൽ വെള്ളം കോരി ഒഴിച്ചിട്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ പിന്നെ തെറ്റിദ്ധരിക്കണ്ട, കയ്യിലൊരു പൈപ്പ് ഉണ്ട് കേട്ടോ. മീനോ? ഇവരുടെ ഒരു പ്രധാന വിനോദമാണ് പാടത്ത് പോയി പിടക്കുന്ന മീനെ പിടിച്ച് കൊണ്ടുവന്ന് അലക്ക് കല്ലിലിട്ട് അതിനെ ഞെക്കി പിഴിഞ്ഞ് വൃത്തിയാക്കി കറി വെക്കുന്നത്. ഒരമ്മ പെറ്റ എല്ലാ മക്കളും തൊപ്പിക്കാര് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഫാമിലിയുടെ അവസ്ഥ. ഈ ഫാമിലിയുള്ള എല്ലാ ആൾക്കാരും, ഈ ഫാമിലിയിലേക്ക് കടന്നു വന്ന ആൾക്കാരും, എല്ലാ ആൾക്കാരും ഒരേപോലെയാണ്. കണ്ടില്ലേ, എല്ലാ ആൾക്കാരും വീടും പൂട്ടി താക്കോലും എടുത്ത് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി വന്നതാണ്. കുറച്ച് കുട്ടിപ്പാട്ടാള് അപ്പുറത്തെ പൂളിലും ഉണ്ട് കേട്ടോ. അങ്ങനെ വെള്ളത്തിലെ കളിയും കുളിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജാഥയായി പോവാണ് നേരെ പെരിന്തൽമണ്ണയിലേക്ക് ചായ കുടിക്കാൻ. ഒരു രാത്രി എവിടെയോ പോയി വരുന്ന വഴിയാണ് ഉപ്പാന്റെ ഷോപ്പിൽ കയറിയത്. ഇവിടെ കരിങ്കല്ലത്താണെങ്കിൽ ഉപ്പാൻ അറിയാത്ത ആൾക്കാരായിട്ട് ആരുമില്ല. ഇവിടെ പുതിയ സെയിൽസ് ഗേളിനെ പരിചയപ്പെടുത്താം. എവിടെയാണോ? 500യോ? ഈ സെയിൽസ് ഗേൾ പറ്റൂല കേട്ടോ, അധികം വില പറയുന്നത്. 160. എന്നിട്ട് നീ 500 പറഞ്ഞത്? സെയിൽസ് ഗേൾ ഭയങ്കര ക്യാൻവാസിംഗ് ആണ്. പറയ്, എന്താ ഈ ഉടുപ്പ്? ഏത് മോൾക്കാ? ആ മോള് നിന്റെ ആരാ? ഇത് അലക്കി സാധനങ്ങളൊക്കെ പോവോ? പോയ ഇവിടെ കൊണ്ടാന്ന് തിരിച്ചെടുക്കോ? ഇത് പോരൂല, ഇത് തുന്നിയതാ. 2 ദിവസം ഇട്ടിട്ട് തിരിച്ചു കൊണ്ടാന്ന് തിരിച്ചെടുക്കോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷോപ്പിന്റെ പേരുകൂടി പറ, പരസ്യമാവട്ടെ. സ്ഥലം വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരണം? മണ്ണാർക്കാട് നിന്നാണെങ്കിൽ അടുത്ത കളർ എടുത്തിട്ട് ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി. വിൽക്കുന്നത് ആളെ ഉമ്മാക്ക് തന്നെയാണ്. ഞങ്ങളിവിടെ യൂന വിളിക്കട്ടോ.
ഇവിടെ റിച്ചായി, യുവിനെ വിളിച്ച ആളായിട്ട് ഇപ്പൊ റിച്ചായി. സുന്ദരി ഇവിടെ ജയിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ജയിച്ചിരിക്കുന്നുണ്ട്, അല്ലു കളിക്കുന്നുണ്ട്.